ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മൾ ഒരുപാടായിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്, പ്രത്യേകിച്ചിട്ട് ഇതുപോലെയുള്ള ലോങ് വീഡിയോസ്. അപ്പോൾ വിചാരിച്ചെന്നാൽ ഒരു ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ എന്താണ് ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ബ്രഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. പക്ഷേ ആ ഭാഗത്ത് തീരെ വെളിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് കിച്ചണിക്ക് ചെന്നപ്പോഴാണ് ഉമ്മ അവിടെ ദോശക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ബെഡ് വൃത്തിക്ക് വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പാതി ജോലിയൊക്കെ തീർന്ന പോലെയാണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സുഖമൊക്കെ തോന്നും. പിന്നെ ഈ ഒരു കുഷീന് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. വെള്ളപ്പം അതുപോലെ തന്നെ ചട്നി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കട്ടൻ അതും കൂടി അങ്ങോട്ട് നല്ലപോലെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. 2 ദിവസമായിട്ട് ജലദോഷം പനി അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നൊന്നര ആഴ്ച പിന്നെ അങ്ങോട്ട് ഫുള്ള് മടിയാണ്. ആ ഒരു മടി മാറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ റെഡിയായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫ്രഷ് ആവാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ കുളിക്കണമെന്ന് വിചാരിക്കണ്ട. ഒരു ലോഡ് ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ആദ്യം പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഡെസ്കിൻ്റെ ഒരു സൈഡിലുള്ള ഷെൽഫാണ് ആകെ അലങ്കോലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഒരു ഒന്നൊന്നര ആഴ്ച മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ബ്രഷും പെയിൻറ്റിൻ്റെ അടുത്ത പാത്രമൊക്കെയാണ്. ഒക്കെ അങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് അധികം നീണ്ടുപോകില്ല. ഏറിപ്പോയ 2 ദിവസം അത് കഴിഞ്ഞാൽ അതേപോലെ ആവും. അങ്ങനെ അവിടെ വൃത്തിയായി കഴിഞ്ഞപ്പോൾ അതുമുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പാടെ നമ്മൾ ഈ ഡെസ്കിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കണം. അങ്ങനെ ഒന്നിൽ തുടങ്ങിയിട്ട് ഒക്കെ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കുകയാണ്. ആദ്യം ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞു ഓർഗനൈസറിൻ്റെ ബാക്കിലാണ് ഒക്കെ പാടെ വെക്കുന്നത്. പിന്നെയാണ് ഇത് മാറിപ്പോയി എന്ന് മനസ്സിലായത്. അങ്ങനെ അതൊക്കെ പാടെ എടുത്തിട്ട് മുന്നിലോട്ട് തന്നെ വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുമായിട്ടൊരു വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് എൻ്റെ ചാനൽ നോക്കി മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഷോർട്സിലൊക്കെ വരാറുണ്ട്. അധികമൊന്നുമില്ല, വിരലുണ്ടാവുന്ന അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഈ ഒരു മിനി ഷെൽഫ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിലുള്ള പെയിന്റുകളൊക്കെ വെക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. താത്ത അതുമാതിരി പെയിന്റ് വെക്കുന്ന ബോക്സ് ഒന്നും ഇല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കമന്റിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഈ പെയിന്റ് ഒക്കെ പാടെ എടുത്തിട്ട് അതിന്റെ ബോക്സിലോട്ട് തന്നെ വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ കമന്റ് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ, കാരണം ഇതുമാതിരി ബോക്സ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തിനാ പിന്നെ ഇതിങ്ങനെ പറ്റി പറ്റി വെക്കണേന്ന്. പിന്നെ ഇതൊക്കെ എടുത്ത് ഇതാക്കാനുള്ള മടി കാരണമാണ് ഞാൻ കാണുന്നിടത്ത് ഇങ്ങനെ വെക്കണേ. ഫുള്ളായിട്ടൊന്നും ഈ ഒരു ബോക്സിൽ കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാഫ് ഞാൻ എടുത്ത് വെച്ചു. ബാക്കിയുള്ള ഹാഫ് അതിൽ തന്നെ നല്ലപോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരുപാടായാലും ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുമ്മൽ ഉള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ലപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇപ്പം കാണിച്ച സംഭവമാണ്. പിന്നെന്തൊക്കെയാ? പിന്നെ ഇതുമായിട്ട് വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങോട്ട് പറ്റുകയാണെങ്കിലൊക്കെ എടുക്കാം. എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെ ഒക്കെ അടുത്ത് പോയാൽ വായ മൂടാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിരുന്നത് എന്താ പറയണ്ടേ, എങ്ങനെ തുടങ്ങണമെന്നൊന്നും ഒരു പിടി കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ക്ലേ വെച്ചുണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അത് വേറെ സ്ഥലത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോന്ന് ഉണ്ടാക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ കുറേ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടായിനെ. അങ്ങനെ അതൊക്കെ പാടെ ഒന്ന് ഇന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം ഡെസ്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ കാണുമ്പോൾ തന്നെ ഒരു എന്തൊക്കെ പോലെയാണ്, കാരണം വൃത്തിയായല്ലോ. അങ്ങനെ അതൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1-2 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നും ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ഒരു ഉറക്കം അത് പതിവാണ്. പക്ഷേ ഇന്നെന്തായാലും ഈ ഒരു വീഡിയോ ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും കണ്ടുണ്ടാവും. അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ ഈ ലോങ് വീഡിയോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം കേട്ടോ. അത് പിന്നെ ഇല്ലാണ്ട് നമുക്ക് അന്നത്തെ ദിവസം മഹാ പോക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയി.
ഈവനിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു 6:30 7 മണി. അതാണ് പിന്നെ ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് എസ്തറ്റിക്കായിട്ട് അതൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം എന്ന് പറയണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക.